എന്തൊക്കെ കാര്യങ്ങളല്ലേ നമുക്ക് ചുറ്റും ഒരു ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് വളർന്നു. ശാസ്ത്രലോകത്തിന് പോലും പിടികിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് മൃഗങ്ങളെ കുറിച്ച് അറിഞ്ഞാലോ? അതിൽ ഒന്നാമതായി പറയുന്നത് പ്രാവുകളെ കുറിച്ചാണ്. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പക്ഷിയാണ് പ്രാവ്. പ്രാവുകൾ കൃത്യമായി ദിശ മനസ്സിലാക്കി പറക്കുന്നത് അവരുടെ ക്വാണ്ടം മെക്കാനിസം ഉപയോഗിച്ചാണ്. ഭൂമിയുടെ കാന്തിക ക്ഷേത്രം തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രത്യേക പ്രോട്ടീനുകൾ ഇവയുടെ കണ്ണുകളിലുണ്ട്. ഈ കാന്തിക ശക്തി പ്രാവുകൾക്ക് മുൻപിൽ ഒരു മാപ്പ് പോലെ തെളിഞ്ഞു വരും. ഇതുവഴി അവർക്ക് വഴി തെറ്റാതെ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയും. എന്നാൽ ജീവശാസ്ത്രവും ക്വാണ്ടം ഭൗതിക ശാസ്ത്രവും തമ്മിൽ കൈകോർക്കുന്ന ഈ സങ്കീർണമായ പ്രതിഭാസം കൃത്യമായി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പൂർണ്ണമായി വിശദീകരിക്കാൻ ശാസ്ത്രലോകത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. പ്രകൃതിയുടെ ഈ അത്ഭുത രഹസ്യം കണ്ടെത്താനുള്ള ഗവേഷണങ്ങൾ ശാസ്ത്രജ്ഞർ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അടുത്തതാണ് ഒക്ടോപസുകൾ. കടലിലെ ഏറ്റവും ബുദ്ധിയുള്ള ജീവികളിൽ ഒന്നാണ് ഒക്ടോപസുകൾ. ഇവർക്ക് ഏറെ സവിശേഷതകളുമുണ്ട്. സ്വന്തം ജനറ്റിക് കോഡ് തത്സമയം തിരുത്തി എഴുതാൻ കഴിയുന്ന ഭൂമിയിലെ ഒരേ ഒരു ജീവിയാണിവ. മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ഇവക്ക് ഈ കഴിവ് സഹായകമാകുന്നു. സാധാരണ ജീവികളിൽ ജനിതക മാറ്റങ്ങൾ വരാൻ തലമുറകൾ എടുക്കുമ്പോൾ ഒക്ടോപസുകൾക്ക് അവയുടെ ആവശ്യാനുസരണം RNA-യിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. പരിസ്ഥിതിയിലെ താപനില വ്യതിയാനങ്ങളെ അതിജീവിക്കാനും മസ്തിഷ്ക പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഈ RNA എഡിറ്റിംഗ് പ്രക്രിയ അവയെ സഹായിക്കുന്നു. ശാസ്ത്രലോകത്തെ ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഒക്ടോപസുകളിലെ ഈ ജനിതക സവിശേഷത. അടുത്തതാണ് ആക്സിലോട്ടിൽ. ഇവയ്ക്ക് അത്ഭുതകരമായ പ്രത്യുൽപാദന ശേഷിയുണ്ട്. തലച്ചോറ്, ഹൃദയം, കണ്ണുകൾ എന്നിവ ഉൾപ്പെടെയുള്ള അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ പോലും യാതൊരു തകരാറും കൂടാതെ അവ വീണ്ടും വളർത്തിയെടുക്കാൻ കഴിയുന്ന വിചിത്രമായ ജീവിയാണ് ആക്സിലോട്ടിൽ. അപകടങ്ങളിലോ ആക്രമണങ്ങളിലോ ഇവയുടെ ശരീരഭാഗങ്ങൾ നഷ്ടപ്പെട്ടാൽ അവ പൂർണ്ണമായ രീതിയിൽ തിരികെ കൊണ്ടുവരാൻ ഇവയ്ക്ക് സാധിക്കും. ഇത്തരത്തിൽ അവയവങ്ങളും ശരീരഭാഗങ്ങളും ഒരു പാട് പോലും ശേഷിക്കാതെ പൂർണ്ണമായി പുനരുത്പാദിപ്പിക്കാൻ കഴിയുന്ന ഭൂമിയിലെ ഒരേ ഒരു വെർട്ടിബ്രേറ്റ് ആണ് ഇവ. മുറിവുകൾ ഉണങ്ങുമ്പോൾ ശരീരത്തിൽ പാടുകൾ ഉണ്ടാകില്ല എന്നതാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മനുഷ്യരിലെ അവയവ പുനരുത്പാദനങ്ങളെ കുറിച്ചുള്ള മെഡിക്കൽ ഗവേഷണങ്ങളിൽ ശാസ്ത്രലോകം ഏറെ പ്രാധാന്യത്തോടെയാണ് ആക്സിലോട്ടിലുകളെ പഠിക്കുന്നത്. അടുത്തതാണ് പ്ലാറ്റിപ്പസ്. ശാസ്ത്രലോകത്തെ എന്നും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് പ്ലാറ്റിപ്പസുകളുടെ ശാരീരിക സവിശേഷതകൾ. ഇവയുടെ ചുണ്ടുകളിലെ സെൻസറുകൾ ഉപയോഗിച്ച് ഇരയുടെ ഹൃദയമിടിപ്പ് വരെ കൃത്യമായി അളക്കാൻ ഇവയ്ക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ വെള്ളത്തിനടിയിൽ കണ്ണുകൾ അടച്ച് ഇര പിടിക്കാൻ ഇവയ്ക്ക് യാതൊരു പ്രയാസവുമില്ല. ഒരു സസ്തനിയാണെങ്കിലും ഇവ മുട്ടയിടുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. കൂടാതെ ഇവയ്ക്ക് മാരകമായ വിഷമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ പാൽ വിയർപ്പിലൂടെയാണ് ഇവ പുറപ്പെടുവിക്കുന്നത്. ഇതിനെല്ലാം പുറമെ മനുഷ്യരിൽ 2 സെക്സ് ക്രോമസോമുകൾ ഉള്ളപ്പോൾ പ്ലാറ്റിപ്പസുകൾക്ക് 10 സെക്സ് ക്രോമസോമുകൾ ഉണ്ട്. സസ്തനികളുടെയും പക്ഷികളുടെയും ഉരകങ്ങളുടെയും സവിശേഷതകൾ ഒരുപോലെ ഒത്തുചേർന്ന ഒരു അപൂർവ ജീവിയാണിത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇലക്ട്രിക്കൽ ഈൽ. ഇലക്ട്രിക്കൽ ഈലിന്റെ സവിശേഷതകൾ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. വെള്ളത്തിനടിയിലെ ഏറ്റവും അപകടകാരിയായ ഒരു ജീവിയാണ് ഇലക്ട്രിക്കൽ ഈൽ. സ്വന്തം ശരീരത്തിൽ ഉയർന്ന അളവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതുകൊണ്ട് ഇവയെ ഒരു ജീവനുള്ള ബാറ്ററി എന്ന് വിളിക്കാം. ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനും ഇരകളെ കീഴ്പ്പെടുത്താനും ഇവയ്ക്ക് 860 വോൾട്ട്സ് വരെയുള്ള ശക്തമായ വൈദ്യുതാഘാതം ഏൽപ്പിക്കാൻ സാധിക്കും. ഇലക്ട്രിക്കൽ പാഴ്സുകൾ ഉപയോഗിച്ച് മറ്റു ജീവികളെ നിമിഷ നേരം കൊണ്ട് അടിച്ചൊതുക്കുമ്പോഴും ഈ ശക്തമായ ഷോക്ക് ഈലുകൾക്ക് സ്വന്തമായി ഏൽക്കാറില്ല എന്നതാണ് ഏറ്റവും അത്ഭുതകരം. ഇവയുടെ ശരീരത്തിലുള്ള സ്വാഭാവിക ഇൻസുലേഷൻ സംവിധാനമാണ് ഇതിന് സഹായിക്കുന്നത്. എന്നാൽ ഈ സുരക്ഷാ കവചം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ശാസ്ത്രജ്ഞർക്ക് പൂർണ്ണമായി കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ചുറ്റും ശാസ്ത്രത്തിന് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.